ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിട്ടുള്ള നമ്മളെ ബൺ മസ്ക ആൻഡ് ഇറാനി ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇറാനി ചായക്ക് പകരം ഞാൻ ബൂസ്റ്റാണ്, നമ്മുടെ സ്പെഷ്യൽ ബൂസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ അങ്ങനെ അതും ട്രൈ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഏത് ബട്ടർ വേണമെങ്കിലും അൺസാൾട്ടഡ് ആയിട്ടുള്ളത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നല്ല ക്രീമായിട്ടൊന്ന് അടിച്ചെടുക്കുക. വിസ്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ക്രീമി ആയിട്ടൊന്ന് ഫ്ലഫി ആയിരുന്നതിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തണുപ്പോട് കൂടിയിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ബൺ മസ്ക എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. കഴിക്കാത്തവരൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ക്രീമെല്ലാം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമ്മളെ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ടോസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. ബണ്ണ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബണ്ണ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. നമുക്ക് വേണ്ടിക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ബൺ മസ്ക പോലെയല്ല, ചെറിയ വ്യത്യാസമായിട്ടുള്ളൊരു റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഇനി നമ്മൾ ബണ്ണെല്ലാം നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ ബണ്ണിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ചെടുക്കാം. ഫില്ലിങ് നല്ല സ്മൂത്തായിട്ട് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മളെ ബണ്ണിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. നല്ലോണം തേച്ചാലാണ്, ഇതിൽ നമുക്കൊരു ബിറ്റിത്തരം കളിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം തേച്ചാലാണ് നമ്മുടെ ബണ്ണ് നല്ല കഴിക്കാൻ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവല്. അപ്പോൾ നമ്മളെ ബട്ടർ ക്രീം നല്ലോണം ഇവിടെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബെന്നിലും നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാം. നമ്മളിവിടെ ആരും ചായ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടില്ല, ക്രീം ചെയ്തില്ല, ബൂസ്റ്റാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഹോർലിക്സ് ഏതിൽ വേണമെങ്കിൽ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാം, സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് മിൽക്ക് മെയ്ഡും കുറച്ചധികം മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പാൽപ്പൊടി ഇട്ടിട്ട് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് എല്ലാവർക്കും അറിയുന്ന പോലത്തെ ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ അങ്ങനെയും കൂടി ചേർത്താൽ നല്ലോണം ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ ഏലക്കപ്പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത്. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബൂസ്റ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാലൊന്ന് നല്ല ടേസ്റ്റാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് കഴിക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കഴിച്ച് നോക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബായ്.